പ്രിയരെ, സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് ന്യായാധിപന്മാർ 17, 18 അധ്യായങ്ങളിൽ നിന്നുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക്. 1. ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? 13 വാക്യങ്ങൾ. 2. ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിലെ ശീർഷകം എന്താണ്? മിക്കായുടെ പൂജാഗ്രഹം. 3. മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നത് എവിടെയാണ്? എഫ്രായിം മലനാട്ടിൽ. 4. ആരുടെയൊക്കെ സംഭാഷണമാണ് 17-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നത്? മിക്കായുടെയും അവൻ്റെ അമ്മയുടെയും. 5. എന്ത് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മിക്കായുടെ അമ്മ ശാപം ഉച്ചരിച്ചതായാണ് മിക്ക പറയുന്നത്? 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച്. 6. 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മിക്കായുടെ അമ്മ എന്താണ് ചെയ്തത്? ശാപം ഉച്ചരിച്ചു. 7. 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ശാപം ഉച്ചരിച്ചത് ആരാണ്? മിക്കായുടെ അമ്മ. 8. 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മിക്കായുടെ അമ്മ രഹസ്യമായി പറഞ്ഞത് ആരോടാണ്? മിക്കായോട്. 9. 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മിക്കായുടെ അമ്മ എങ്ങനെയാണ് മിക്കായോട് പറഞ്ഞത്? രഹസ്യമായി. 10. നഷ്ടപ്പെട്ട മിക്കായുടെ അമ്മയുടെ 1100 വെള്ളി നാണയങ്ങൾ എവിടെയുണ്ടെന്നാണ് മിക്ക പറഞ്ഞത്? മിക്കായുടെ കൈവശം. 11. നഷ്ടപ്പെട്ട മിക്കായുടെ അമ്മയുടെ 1100 വെള്ളി നാണയങ്ങൾ ആരെടുത്തു എന്നാണ് മിക്ക പറഞ്ഞത്? മിക്ക. 12. മിക്കായുടെ അമ്മയുടെ നഷ്ടപ്പെട്ട 1100 വെള്ളി നാണയങ്ങൾ മിക്കായാണ് എടുത്തതെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ എന്താണ് മിക്കായോട് പറഞ്ഞത്? കർത്താവ് മിക്കായെ അനുഗ്രഹിക്കട്ടെ എന്ന്. 13. മിക്ക തൻ്റെ അമ്മയ്ക്ക് എന്താണ് തിരികെ കൊടുത്തത്? 1100 വെള്ളി നാണയങ്ങൾ. 14. മിക്ക തിരികെ കൊടുത്ത വെള്ളി എന്തിനു വേണ്ടി കർത്താവിന് മാറ്റിവെക്കുന്നുവെന്നാണ് മിക്കായുടെ അമ്മ പറഞ്ഞത്? മിക്കായ്ക്ക് വേണ്ടി ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കുന്നതിന് വേണ്ടി. 15. തൻ്റെ മകൻ മിക്കായ്ക്ക് വേണ്ടി ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ മിക്ക തിരികെ നൽകിയ വെള്ളി ആർക്ക് മാറ്റിവെക്കുന്നുവെന്നാണ് മിക്കായുടെ അമ്മ പറഞ്ഞത്? കർത്താവിന്. 16. മിക്ക തിരികെ നൽകിയ വെള്ളി മിക്കായുടെ അമ്മ തിരിച്ചു കൊടുത്തത് ആർക്കാണ്? തൻ്റെ മകൻ മിക്കായ്ക്ക്. 17. ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ വേണ്ടി എത്ര വെള്ളി നാണയങ്ങളാണ് മിക്കായുടെ അമ്മ തട്ടാനെ ഏൽപ്പിച്ചത്? 200 വെള്ളി നാണയങ്ങൾ. 18. ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ വേണ്ടി 200 വെള്ളി നാണയങ്ങൾ മിക്കായുടെ അമ്മ ആരെയാണ് ഏൽപ്പിച്ചത്? തട്ടാനെ. 19. മിക്കായുടെ അമ്മ ഏൽപ്പിച്ച 200 വെള്ളി നാണയങ്ങൾ കൊണ്ട് തട്ടാൻ എന്തൊക്കെയാണ് നിർമ്മിച്ചത്? ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും. 20. മിക്കായുടെ അമ്മ നൽകിയ 200 വെള്ളി നാണയങ്ങൾ കൊണ്ട് നിർമ്മിച്ച കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും എന്താണ് ചെയ്തത്? മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു. 21. പൂജാഗ്രഹം ഉണ്ടായിരുന്നത് ആർക്കാണ്? മിക്കായ്ക്ക്. 22. മിക്ക തൻ്റെ പൂജാഗ്രഹത്തിനു വേണ്ടി എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? ഒരു എഫോദും വിഗ്രഹങ്ങളും. 23. മിക്ക തൻ്റെ പൂജാഗ്രഹത്തിന് പുരോഹിതനായി ആദ്യം അവരോധിച്ചത് ആരെയാണ്? തൻ്റെ ഒരു പുത്രനെ. 24. എന്താണ് മിക്കായുടെ കാലത്ത് ഇസ്രായേലിൽ ഇല്ലാതിരുന്നത്? രാജവാഴ്ച. 25. മിക്കായുടെ കാലത്ത് ഇസ്രായേലിൽ ജനങ്ങൾ എന്താണ് പ്രവർത്തിച്ചു പോന്നത്? ഓരോരുത്തരും യുദ്ധമെന്ന് തോന്നിയത്. 26. ന്യായാധിപന്മാർ 17:7 പ്രകാരം യൂദയായിലെ ബെത്ലഹേമിൽ വന്ന് പാർത്തത് ആരാണ്? യൂദാ വംശജനായ യുവാവായ ഒരു ലേവ്യൻ. 27. യൂദാ വംശജനായ യുവാവായ ഒരു ലേവ്യൻ എവിടെയാണ് വന്നു പാർത്തത്? യൂദായിലെ ബെത്ലഹേമിൽ. 28. യൂദായിലെ ബെത്ലഹേമിൽ വന്നു പാർത്ത യൂദാ വംശത്തിൽപ്പെട്ട ഒരു യുവലേവ്യൻ
എന്തിനാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്? ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച്. 29. ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് യൂദാ വംശജനായ യുവലേവ്യൻ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? യൂദായിലെ ബത്ലഹേമിൽ നിന്ന്. 30. യൂദായിലെ ബത്ലഹേമിൽ വന്ന് പാർത്ത യൂദാ വംശജനായ യുവലേവ്യൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് എത്തിയത്? എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ. 31. മിക്കായുടെ ഭവനം എവിടെയാണ്? എഫ്രായിം മലനാട്ടിൽ. 32. മിക്കായുടെ ഭവനത്തിൽ വന്ന യുവലേവ്യനോട് എന്താണ് മിക്ക ചോദിച്ചത്? നീ എവിടെ നിന്ന് വരുന്നു? 33. എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തിയ യുവലേവ്യൻ ആരെന്നാണ് മിക്കായോട് പറഞ്ഞത്? യൂദായിലെ ബത്ലഹേംകാരനായ ഒരു ലേവ്യനെന്ന്. 34. എഫ്രായിം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തിയ യുവലേവ്യൻ എന്ത് അന്വേഷിക്കുകയാണെന്നാണ് മിക്കായോട് പറഞ്ഞത്? താമസിക്കാൻ ഒരു സ്ഥലം. 35. താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞ യുവലേവ്യനോട് മിക്ക പറഞ്ഞത് എന്താണ്? മിക്കായോടൊപ്പം താമസിക്കാൻ. 36. തന്നോടുകൂടെ താമസിക്കാൻ മിക്ക പറഞ്ഞത് ആരോടാണ്? ബേത്ലഹേംകാരനായ യുവലേവ്യനോട്. 37. തനിക്ക് എന്ത് ആയിരിക്കാനാണ് മിക്ക യുവലേവ്യനോട് പറഞ്ഞത്? പിതാവും പുരോഹിതനും. 38. മിക്കായുടെ പിതാവും പുരോഹിതനുമായിരിക്കുന്നതിന് യുവലേവ്യന് എന്ത് പ്രതിഫലം നൽകാമെന്നാണ് മിക്ക പറഞ്ഞത്? വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും. 39. ആരോടുകൂടി താമസിക്കാനാണ് യുവലേവ്യന് സന്തോഷമായത്? മിക്കായോടുകൂടെ. 40. യുവലേവ്യൻ മിക്കായ്ക്ക് ആരെപ്പോലെയാണ് ആയിരുന്നത്? പുത്രനെ പോലെ. 41. മിക്ക യുവലേവ്യനെ ആരായിട്ടാണ് അവരോധിച്ചത്? പുരോഹിതനായി. 42. എവിടെയാണ് യുവലേവ്യൻ പുരോഹിതനായി താമസമാക്കിയത്? മിക്കായുടെ ഭവനത്തിൽ. 43. എന്തുകൊണ്ട് തന്നെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് മിക്ക അറിയുന്നുവെന്നാണ് പറഞ്ഞത്? ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട്. 44. മിക്കായ്ക്ക് പുരോഹിതനായി ലഭിച്ചത് ആരെയാണ്? ഒരു യുവലേവ്യനെ. 45. ന്യായാധിപന്മാർ 17:6 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? ന്യായാധിപന്മാർ 21:15. 46. തൻ്റെ ഭവനത്തിൽ മിക്ക ആദ്യം പുരോഹിതനായി അവരോധിച്ചത് ആരെയാണ്? തൻ്റെ പുത്രനെ. 47. തൻ്റെ ഭവനത്തിൽ മിക്ക രണ്ടാമത് പുരോഹിതനായി അവരോധിച്ചത് ആരെയാണ്? ബത്ലഹേംകാരനായ ഒരു യുവലേവ്യനെ. 48. വെള്ളി നാണയങ്ങൾ എന്നത് ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം കാണുന്നു? 3 പ്രാവശ്യം. 49. ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിൽ വെള്ളി നാണയങ്ങൾക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് പദങ്ങളേവ? വെള്ളി, പണം. 50. മിക്ക എന്ന നാമം ന്യായാധിപന്മാർ 17-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം കാണുന്നു? 9 തവണ. 51. ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 31 വാക്യങ്ങൾ. 52. ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിലെ ശീർഷകമെന്താണ്? ദാൻ ലായിഷ് പിടിക്കുന്നു. 53. ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലത്ത് ഇസ്രായേലിൽ ഇല്ലാതിരുന്നത് ആരാണ്? രാജാവ്. 54. ആരാണ് രാജാവില്ലാതിരുന്ന കാലത്ത് അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിച്ചത്? ദാൻ ഗോത്രക്കാർ. 55. ആരുടെ ഇടയിലാണ് അന്നുവരെ ദാൻ ഗോത്രത്തിന് ഒരു സ്ഥലം അവകാശമായി ലഭിക്കാതിരുന്നത്? ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ. 56. എന്താണ് അന്നുവരെ ദാൻ ഗോത്രത്തിന് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങളുടെ ഇടയിൽ ലഭിക്കാതിരുന്നത്? അവകാശമായി ഒരു സ്ഥലം. ദാൻ ഗോത്രക്കാർ തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ എവിടെ നിന്നൊക്കെയാണ് ദേശം ഒറ്റുനോക്കാൻ അയച്ചത്? സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും. 58. ദാൻ ഗോത്രക്കാർ തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ
സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും എന്തിനാണ് അയച്ചത്? ദേശം ഒറ്റുനോക്കാൻ. 59. ദാൻ ഗോത്രക്കാർ തങ്ങളുടെ ഗോത്രക്കാരായ ആരെയാണ് സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചത്? കഴിവുറ്റ 5 പേരെ. 60. സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും ദാൻ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചപ്പോൾ അവരോട് ദാൻ ഗോത്രക്കാർ പറഞ്ഞതെന്താണ്? പോയി ദേശം നിരീക്ഷിച്ചു വരുവിൻ എന്ന്. 61. സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും ദേശം ഒറ്റുനോക്കുന്നതിന് ദാൻ ഗോത്രക്കാർ അയച്ച കഴിവുറ്റ 5 പേർ എവിടെ ചെന്നാണ് താമസിച്ചത്? മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിലെത്തി താമസിച്ചു. 62. എഫ്രായിം എങ്ങനെയുള്ള പ്രദേശമാണ്? മലനാട്. 63. ദാൻ ഗോത്രക്കാർ ഒറ്റുനോക്കാൻ അയച്ച കഴിവുറ്റ 5 പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ എന്താണ് തിരിച്ചറിഞ്ഞത്? യുവലേവിയൻ്റെ ശബ്ദം. 64. ദാൻ ഗോത്രക്കാർ ഒറ്റുനോക്കാൻ അയച്ച കഴിവുറ്റ 5 പേർ എപ്പോഴാണ് യുവലേവിയൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞത്? മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ. 65. ദാൻ ഗോത്രക്കാർ ഒറ്റുനോക്കാൻ അയച്ച കഴിവുറ്റ 5 പേർ യുവലേവിയൻ്റെ അടുത്ത് ചെന്ന് അവനോട് എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത്? 3 ചോദ്യങ്ങൾ. 66. ദാൻ ഗോത്രക്കാർ ഒറ്റുനോക്കാൻ അയച്ച കഴിവുറ്റ 5 പേർ യുവലേവിയൻ്റെ അടുത്ത് ചെന്ന് അവനോട് ചോദിച്ച ആദ്യ ചോദ്യം എന്താണ്? നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? 67. ദാൻ ഗോത്രക്കാർ ഒറ്റുനോക്കാൻ അയച്ച കഴിവുറ്റ 5 പേർ യുവലേവിയൻ്റെ അടുത്ത് ചെന്ന് അവനോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്താണ്? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? 68. ദാൻ ഗോത്രക്കാർ ഒറ്റുനോക്കാൻ അയച്ച കഴിവുറ്റ 5 പേർ യുവലേവിയൻ്റെ അടുത്ത് ചെന്ന് അവനോട് ചോദിച്ച മൂന്നാമത്തെ ചോദ്യം എന്താണ്? നിന്റെ തൊഴിൽ എന്താണ്? 69. മിക്ക തന്നെ എന്തിനു നിർത്തിയിരിക്കുന്നു എന്നാണ് യുവലേവിയൻ പറഞ്ഞത്? മിക്ക തന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു എന്ന്. 70. താൻ മിക്കായുടെ ആരാണ് എന്നാണ് യുവലേവിയൻ ദേശം ഒറ്റുനോക്കാൻ വന്ന ദാൻ ഗോത്രത്തിലെ കഴിവുറ്റ 5 പേരോട് പറഞ്ഞത്? മിക്കായുടെ പുരോഹിതൻ. 71. ദൈവത്തോട് എന്ത് ആരാഞ്ഞറിയാനാണ് ദേശം ഒറ്റുനോക്കാൻ പോയവർ യുവലേവിയനായ പുരോഹിതനോട് ചോദിച്ചത്? തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശ്യം. 72. ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റുനോക്കാൻ അയച്ച 5 പേർ യുവലേവിയനോട് തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശ്യം നിറവേറുമോ എന്ന് ആരോട് ആരാഞ്ഞറിയാനാണ് അഭ്യർത്ഥിച്ചത്? ദൈവത്തോട്. 73. എങ്ങനെ പോകുവിൻ എന്നാണ് ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റുനോക്കാൻ അയച്ച 5 പേരോടും യുവലേവിയനായ പുരോഹിതൻ പറഞ്ഞത്? സമാധാനമായി. 74. ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റുനോക്കാൻ അയച്ച 5 പേരുടെയും യാത്രയിൽ കർത്താവ് എന്ത് ചെയ്യുമെന്നാണ് യുവലേവിയനായ പുരോഹിതൻ പറഞ്ഞത്? കർത്താവ് സംരക്ഷിക്കുമെന്ന്. 75. ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റുനോക്കാൻ അയച്ച 5 പേർ മിക്കായുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് എത്തിയത്? ലായിഷിൽ. 76. ലായിഷിലെ ജനങ്ങൾ ആരെപ്പോലെയാണ് സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായിരുന്നത്? സീദോന്യരെ പോലെ. 77. ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റുനോക്കാൻ അയച്ച 5 പേർ കണ്ട ലായിഷിലെ ജനങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു? സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായിരുന്നു. 78. ലായിഷിലെ ജനങ്ങൾ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരും ആയിരുന്നതിനു പുറമെ എന്തൊക്കെയാണ് ആയിരുന്നത്? ഒന്നിനും കുറവില്ലാത്തവരും സമ്പന്നരുമായിരുന്നു. 79. ആരിൽ നിന്നാണ് ലായിഷുകാർ അകലെ താമസിച്ചിരുന്നത്? സീദോന്യരിൽ നിന്ന്. 80. ആരുമായും സംസർഗമില്ലാതിരുന്നത് ഏത് ദേശക്കാർക്കാണ്? ലായിഷുകാർക്ക്. 81. ദേശം ഒറ്റുനോക്കാൻ ദാൻ ഗോത്രക്കാർ അയച്ച 5 പേർ ലായിഷിൽ നിന്ന് എവിടേക്കാണ് തിരിച്ചെത്തിയത്? സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത്. 82. ദേശം ഒറ്റുനോക്കാൻ ദാൻ ഗോത്രക്കാർ അയച്ച 5 പേർ ലായിഷിൽ നിന്ന് സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്തെത്തിയപ്പോൾ അവർ ചോദിച്ചത് എന്താണ്?
അവർ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാമെന്ന്. 83 തങ്ങൾ ശേഖരിച്ച ലായിഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആരോടാണ് ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേർ പറഞ്ഞത്? സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരോട്. 84 നമുക്ക് പോയി ആരെ ആക്രമിക്കാം എന്നാണ് ദേശം ഉറ്റുനോക്കാൻ പോയ 5 പേരും ലായിഷിൽ നിന്ന് തിരിച്ചു വന്ന് സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരോട് പറഞ്ഞത്? ലായിഷിനെ. 85 ലായിഷ് എങ്ങനെയുള്ള സ്ഥലമെന്നാണ് ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേരും പറഞ്ഞത്? ഫലഭൂയിഷ്ടമായ സ്ഥലം. 86 നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈയടക്കുവിൻ എന്ന് ദാൻ ഗോത്രത്തിലെ ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേർ പറഞ്ഞത് ആരോടാണ്? സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരങ്ങളോട്. 87 എങ്ങനെ ഇരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ എന്നാണ് ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേരും ദാൻ ഗോത്രക്കാരോട് പറഞ്ഞത്? നിഷ്ക്രിയരായിരിക്കാതെ. 88 നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് എന്ത് ചെയ്യുവിൻ എന്നാണ് ദാൻ ഗോത്രത്തിലെ ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേരും പറഞ്ഞത്? ദേശം കൈവശമാക്കുവിൻ എന്ന്. 89 ദാൻ ഗോത്രക്കാർ ചെല്ലുമ്പോൾ ആരെയാണ് ലായിഷിൽ കണ്ടുമുട്ടുക എന്നാണ് ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേരും പറഞ്ഞത്? ശങ്കയില്ലാത്ത ഒരു ജനത്തെ. 90 ശങ്കയില്ലാത്ത ജനമുള്ളത് ഏത് ദേശത്തിലെന്നാണ് ന്യായാധിപന്മാർ 18:10 പറയുന്നത്? ലായിഷിൽ. 91 വളരെ വിശാലവും ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശം ഏതെന്നാണ് ദേശം ഒറ്റുനോക്കാൻ പോയ ദാൻ ഗോത്രത്തിലെ 5 പേരും പറഞ്ഞത്? ലായിഷ്. 92 ലായിഷ് എങ്ങനെയുള്ള പ്രദേശം എന്നാണ് ന്യായാധിപന്മാർ 18:10 പറയുന്നത്? വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശം. 93 ഏത് പ്രദേശം ദൈവം ദാൻ ഗോത്രക്കാർക്ക് തന്നിരിക്കുന്നു എന്നാണ് ദേശം ഒറ്റുനോക്കാൻ പോയ 5 പേരും പറഞ്ഞത്? വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത പ്രദേശമായ ലായിഷ്. 94 ലായിഷ് കൈവശമാക്കാൻ വേണ്ടി എത്ര പേരാണ് സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടത്? ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ. 95 ലായിഷ് കൈവശമാക്കാൻ വേണ്ടി ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? സോറായിലും എഷ്താവോലിലും നിന്ന്. ഏത് പ്രദേശം കൈവശമാക്കുന്നതിന് വേണ്ടിയാണ് ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടത്? ലായിഷ് കൈവശമാക്കാൻ വേണ്ടി. 97 ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ ലായിഷ് കൈവശമാക്കാൻ വേണ്ടി സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ട് എവിടെ ചെന്നാണ് പാളയമടിച്ചത്? കിരിയാത്ത് യെയാറിമിൽ. 98 കിരിയാത്ത് യെയാറിം എവിടെയാണ്? യൂദയായിൽ. 99 ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ ലായിഷ് കൈവശമാക്കാൻ പാളയമടിച്ച യൂദായിലെ കിരിയാത്ത് യെയാറിം ഇന്നും അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മഖനെ ദാൻ. 100 മഖനെ ദാൻ എവിടെയാണ്? കിരിയാത്ത് യെയാറിമിന് പടിഞ്ഞാറ്. 101 ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ മഖനെ ദാനിൽ നിന്ന് എവിടെയാണ് എത്തിയത്? മിക്കായുടെ ഭവനത്തിൽ. 102 ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ മഖനെ ദാനിൽ നിന്ന് എവിടേക്ക് കടന്നാണ് മിക്കായുടെ ഭവനത്തിലെത്തിയത്? എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന്. 103 ലായിഷ് ദേശത്ത് ചാരവൃത്തിക്ക് പോയിരുന്ന ആ 5 പേർ അവരുടെ സഹോദരന്മാരോട് ഈ ഭവനങ്ങളിൽ ഒന്നിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയാമോ എന്നാണ് ചോദിച്ചത്? ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന്. 104 ഈ ഭവനങ്ങളിൽ ഒന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഈ ചോദ്യം ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ ആരോടാണ് ചോദിച്ചത്?
അവരുടെ സഹോദരന്മാരോട്. 105 ലായിഷ് ദേശത്ത് ചാരവൃത്തിക്ക് പോയിരുന്ന ആ 5 പേർ അവരുടെ സഹോദരന്മാരോട്, എവിടെ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദിച്ചത്. ഈ ഭവനങ്ങളിലൊന്നിൽ 106 ഈ ഭവനങ്ങളിലൊന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ആ 5 പേർ ചോദിച്ച ശേഷം അവരുടെ സഹോദരന്മാരോട് പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ. 107 ലായിഷ് ദേശത്ത് ചാരവൃത്തിക്ക് പോയിരുന്ന ആ 5 പേർ തിരിഞ്ഞ് ആരോടാണ് കുശലം ചോദിച്ചത്? മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവിയനോട്. 108 ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ തിരിഞ്ഞ് മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവിയൻ്റെ അടുത്ത് ചെന്ന് കുശലം ചോദിക്കുമ്പോൾ പടിവാതിൽക്കൽ നിന്നതാരാണ്? പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ. 109 കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും മിക്കായുടെ ഭവനത്തിൽ കടന്നു ചെന്ന് എടുത്തത് ആരാണ്? ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ. 110 ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ മിക്കായുടെ ഭവനത്തിൽ കടന്നു ചെന്ന് എന്തൊക്കെയാണ് എടുത്തത്? കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും. 111 ആരുടെ ഭവനത്തിൽ കടന്നു ചെന്നാണ് ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തത്? മിക്കായുടെ ഭവനത്തിൽ കടന്നു ചെന്ന്. 112 ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ മിക്കായുടെ ഭവനത്തിൽ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതൻ നിന്നിരുന്നത് ആരോടൊപ്പമാണ്? ആയുധധാരികളായ 600 പേരോടൊപ്പം. 113 ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചത് ആരാണ്? പുരോഹിതൻ. 114 ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എന്തൊക്കെ എടുത്തപ്പോഴാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചത്? കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ. 115 നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചപ്പോൾ മിണ്ടരുത്, വായ്പൊത്തി ഞങ്ങളോടുകൂടെ വരിക എന്ന് പുരോഹിതനോട് പറഞ്ഞത് ആരാണ്? ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ. 116 ഞങ്ങൾക്ക് എന്തൊക്കെ ആയിരിക്കുക എന്നാണ് പുരോഹിതനോട് ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ പറഞ്ഞത്? പിതാവും പുരോഹിതനുമായിരിക്കുക എന്ന്. 117 ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ ഈ ചോദ്യം ചോദിച്ചത് ആരോടാണ്? മിക്കായുടെ പുരോഹിതനോട്. 118 ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? ഈ ചോദ്യം കേട്ട പുരോഹിതന് എന്താണ് സംഭവിച്ചത്? പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി. 119 ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? ഈ ചോദ്യം കേട്ട് സന്തുഷ്ടമായത് ആരുടെ ഹൃദയമാണ്? മിക്കായുടെ പുരോഹിതന്റെ ഹൃദയം. 120 ഹൃദയം സന്തുഷ്ടമായ പുരോഹിതൻ എന്തൊക്കെ എടുത്താണ് ദാൻകാരോടുകൂടെ പോയത്? എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും. 121 ദാൻകാർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് തിരിഞ്ഞ് യാത്രയായപ്പോൾ 10 വകകളോടൊപ്പം മുൻപിൽ നിർത്തിയത് ആരെയൊക്കെയാണ്? കുട്ടികളെയും കന്നുകാലികളെയും. 122 ദാൻകാർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് തിരിഞ്ഞ് യാത്രയായപ്പോൾ കുട്ടികളെയും കന്നുകാലികളെയും എന്തിനോടൊപ്പമാണ് മുന്നിൽ നിർത്തിയത്? 10 വകകളോടൊപ്പം.
123. എവിടെ നിന്നാണ് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും 10 വകകളോടൊപ്പം മുമ്പിൽ നിർത്തി ദാൻകാർ യാത്രയായത്? മിക്കായുടെ ഭവനത്തിൽ നിന്ന്. 124. ആരെയൊക്കെ മിക്ക ഒന്നിച്ചു കൂട്ടിയാണ് ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറിയത്? അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി. 125. എപ്പോഴാണ് മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറിയത്? ദാൻകാർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് കുറേ ദൂരം ചെന്നപ്പോൾ. 126. ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറിയ മിക്കായും മിക്കായുടെ അയൽവാസികളും എന്താണ് ചെയ്തത്? ദാൻകാരുടെ നേരെ അട്ടഹസിച്ചു. 127. ദാൻകാരുടെ നേരെ അട്ടഹസിച്ചത് ആരൊക്കെയാണ്? മിക്കായും മിക്കായുടെ അയൽവാസികളും. 128. ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറിയ മിക്കായും മിക്കായുടെ അയൽവാസികളും അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചത് എന്താണ്? ഈ ആളുകളെയും കൂട്ടിവരാൻ നിനക്കെന്ത് പറ്റി? 129. ഈ ആളുകളെയും കൂട്ടിവരാൻ നിനക്കെന്ത് പറ്റി? ഈ ചോദ്യം ആരോട് ചോദിച്ചതാണ്? ദാൻകാർ മിക്കായോട്. 130. മിക്ക ഉണ്ടാക്കിയ എന്തിനെ ദാൻകാർ കൈവശമാക്കി എന്നാണ് മിക്ക ദാൻകാരോട് പറഞ്ഞത്? ദേവന്മാരെ. 131. മിക്ക ഉണ്ടാക്കിയ ദേവന്മാരെ കൈവശമാക്കിയ ദാൻകാർ ആരെയും കൊണ്ടുപോകുന്നു എന്നാണ് മിക്ക ദാൻകാരോട് പറഞ്ഞത്? മിക്കായുടെ പുരോഹിതനെ. 132. ദാൻകാരുടെ ചോദ്യത്തിന് മറുപടിയായി മിക്ക ദാൻകാരോട് എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത്? 2 ചോദ്യങ്ങൾ. 133. ദാൻകാരുടെ ചോദ്യത്തിന് മറുപടിയായി മിക്ക ദാൻകാരോട് ചോദിച്ച ആദ്യ ചോദ്യം എന്താണ്? എന്താണ് എനിക്കിനി ശേഷിക്കുന്നത്? 134. ദാൻകാരുടെ ചോദ്യത്തിന് മറുപടിയായി മിക്ക ദാൻകാരോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്താണ്? എന്നിട്ടും എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. 135. മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും നിന്റെ കുടുംബത്തെയും കൊന്നു കളഞ്ഞെന്ന് വരാം. ഇത് ആരോട് പറഞ്ഞതാണ്? ദാൻകാർ മിക്കായോട്. 136. മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും നിന്റെ കുടുംബത്തെയും കൊന്നു കളഞ്ഞെന്ന് വരാം. ഇങ്ങനെ പറഞ്ഞിട്ട് ദാൻകാർ എന്ത് ചെയ്തു? ദാൻകാർ അവരുടെ വഴിക്ക് പോയി. 137. ദാൻകാർ എങ്ങനെയുള്ളവരെന്നാണ് മിക്ക കണ്ടത്? തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് എന്ന്. 138. തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് ദാൻകാരെന്ന് കണ്ട് മിക്ക എന്ത് ചെയ്തു? വീട്ടിലേക്ക് മടങ്ങി. 139. ആരുണ്ടാക്കിയ വസ്തുക്കളോടൊപ്പമാണ് ദാൻകാർ മിക്കായുടെ പുരോഹിതനെ കൊണ്ടുപോയത്? മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം. 140. മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം ദാൻകാർ ആരെയാണ് കൊണ്ടുപോയത്? മിക്കായുടെ പുരോഹിതനെ. 141. മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം മിക്കായുടെ പുരോഹിതനെയും കൊണ്ടുപോയത് ആരാണ്? ദാൻകാർ. 142. ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ജനങ്ങൾ ഉണ്ടായിരുന്ന ദേശം ഏതാണ്? ലായിഷ്. 143. എങ്ങനെ ജീവിച്ചിരുന്ന ജനങ്ങളാണ് ലായിഷ് ഉണ്ടായിരുന്നത്? ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ജനങ്ങൾ. 144. ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ആരുടെ അടുത്താണ് ദാൻകാർ എത്തിയത്? ലായിഷിലെ ജനങ്ങളുടെ അടുത്ത്. 145. ലായിഷിൽ എത്തിയ ദാൻകാർ അവിടെ എന്താണ് ചെയ്തത്? ലായിഷിലെ ജനങ്ങളെ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു. 146. ആരെ രക്ഷിക്കാനാണ് ആരും ഉണ്ടായിരുന്നില്ലാത്തത്? ലായിഷിലെ ജനങ്ങളെ. 147. ലായിഷ് ഏത് ദേശത്തിൽ നിന്നാണ് അകലെയായിരുന്നത്? സീദോനിൽ നിന്ന്. 148. ആർക്കാണ് ആരുമായി സമ്പർക്കം ഇല്ലാതിരുന്നത്? ലായിഷിലെ ജനങ്ങൾക്ക്. 149. ലായിഷ് ദേശം എവിടെയാണ്? ബത്ത്റേഹോബിലുള്ള താഴ്വരയിൽ. 150.
ലായിഷ് പട്ടണം പുതുക്കിപ്പണിത് താമസമാക്കിയത് ആരാണ്? ദാൻകാർ. 151. ദാൻ ആരുടെ മകനാണ്? ഇസ്രായേലിൻ്റെ. 152. ലായിഷ് പുതുക്കിപ്പണിത് ദാൻകാർ അതിന് ആരുടെ പേരാണ് നൽകിയത്? തങ്ങളുടെ ഗോത്രപിതാവായ ദാനിൻ്റെ പേര്. 153. ദാൻ പ്രദേശത്തിൻ്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? ലായിഷ്. 154. ദാൻകാർ തങ്ങൾക്കായി സ്ഥാപിച്ചത് എന്താണ്? കൊത്തുവിഗ്രഹം. 155. കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചത് ആരാണ്? ദാൻകാർ. 156. ഗർഷോമിൻ്റെ പിതാവാരാണ്? മോശ. 157. ജോനാഥൻ്റെ പിതാവാരാണ്? ഗർഷോം. 158. ഗർഷോമിൻ്റെ പുത്രനാരാണ്? ജോനാഥൻ. 159. ജോനാഥൻ മോശയുടെ ആരാണ്? പൗത്രൻ. 160. പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാർ ആയിരുന്നത് ആരൊക്കെയാണ്? ജോനാഥനും പുത്രന്മാരും. 161. ജോനാഥനും പുത്രന്മാരും ഏതുവരെയാണ് ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നത്? പ്രവാസകാലം വരെ. 162. ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ദാൻകാർ പ്രതിഷ്ഠിച്ചത് എന്താണ്? മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം. 163. ദൈവത്തിൻ്റെ ആലയം എവിടെ ആയിരുന്നിടത്തോളം കാലമാണ് മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം ദാൻകാർ അവിടെ പ്രതിഷ്ഠിച്ചത്? ഷീലോയിൽ. 164. മഹനേ ദാൻ എന്നതിൻ്റെ അർത്ഥമെന്താണ്? ദാനിൻ്റെ പാളയം. 165. ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത്? 8 ചോദ്യങ്ങൾ.